ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ് ദാവ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനെ പുറത്താക്കുകയായിരുന്നു ലക്ഷ്യമെന്നും 1971 യുദ്ധത്തിന് തിരിച്ചടി നൽകിയെന്നും കസൂരി പറയുന്ന ഒരു സാഹചര്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഇപ്പോൾ ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിലെ സൂത്രധാരൻ ആണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. പാക് ഭീകര സംഘടന ജമാഅത്ത് ഉദ് ദാവയാണ് ഇതിന് പിന്നിലെന്ന് കൂടി അറിയിക്കുന്ന ഒരു ഘട്ടമാണ്. മറ്റ് വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള അലഹബാദിൽ ഒരു വലിയ യോഗം തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഉദ് ദാവ വിളിച്ച് ചേർത്തിരുന്നു. ആ യോഗത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാരനെന്ന് ഭാരതം വിശേഷിപ്പിക്കുന്ന സൈഫുള്ള കസൂരി ഉൾപ്പെടെയുള്ള ഭീകരരാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത് ഭീകരന്മാരെ അഭിസംബോധന ചെയ്തത്. ഈ ഘട്ടത്തിലാണ് സൈഫുള്ള കസൂരി ഒരു കാര്യം സൂചിപ്പിച്ചത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നടന്ന വലിയ ആഭ്യന്തര സംഘർഷം നമുക്കറിയാം. അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി പോലും എത്തേണ്ട രീതിയിലുള്ളൊരു കലാപമായിരുന്നു. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം നടത്തുകയും ഒക്കെ ചെയ്തു. മുസ്ലിം ഇതര സ്ഥാപനങ്ങൾക്ക് നേരെയും വ്യക്തികൾക്ക് നേരെയും എല്ലാം കലാപകാരികൾ അഴിഞ്ഞാടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് അന്നവിടെയും കലാപം നടന്നത്. ഇപ്പോൾ ജമാഅത്ത് ഉദ് ദാവ പറയുന്നത് ഈ കലാപത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഭീകര ബന്ധം ഒരിക്കൽ കൂടി വെളിവാകുന്നതാണ് ഇപ്പോൾ ഈ സൈഫുള്ള കസൂരിയുടെ വെളിപ്പെടുത്തൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ജമാഅത്ത് ഉദ് ദാവ ഇതിൽ പറയുന്നൊരു കാര്യം 1971 ബംഗ്ലാദേശ് യുദ്ധത്തിനുള്ള തിരിച്ചടിയാണിത് എന്നുള്ളതാണ്. കാരണം 1971 ഭാരതത്തിൻ്റെ സൈന്യം ഇടപെടുന്നതോടുകൂടിയാണ് ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഈ ബംഗ്ലാദേശിലെ വിമോചന പോരാളികൾക്ക് വിജയമുണ്ടാകുന്നത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് രാഷ്ട്രീയ നേതാക്കൾ ഈ ബംഗാളിനോട് ചേർന്നുള്ള പാകിസ്ഥാനിനോട് വലിയ വിവേചനം കാണിക്കുന്നു. അത് ഭാഷാടിസ്ഥാനത്തിലും മറ്റുമുള്ള വിവേചനം, സാമൂഹികമായ വിവേചനവുമുണ്ട് എന്നതിൻ്റെ പേരിലാണ് അന്ന് ഈ പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിനെതിരെ ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടന്നത്. അതൊരു സായുധ പോരാട്ടമായിരുന്നു. അതിന് പിന്നീട് ഭാരതത്തിൻ്റെ സൈന്യം ഉൾപ്പെടെ പിന്തുണ നൽകിയതോടുകൂടിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രം 1971 രൂപപ്പെടുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ നടത്തിയ കലാപം എന്നാണ് ഈ കൊടും ഭീകരനായിട്ടുള്ള സൈഫുള്ള ഖാലിദ് ഈ ഭീകരവാദികളുടെ യോഗത്തിൽ പറയുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റും നേതൃത്വത്തിൽ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിനെതിരെ നടത്തിയ കലാപത്തിന് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ബന്ധമുണ്ട് എന്നത് നേരത്തെ തന്നെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചതാണ്. അതിൽ ചൈനയ്ക്ക് പങ്കുണ്ടെന്നും പാകിസ്ഥാനിലെ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് പങ്കുണ്ടെന്നും നേരത്തെ തന്നെ ഭാരതം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ അത് ശരിവെക്കുന്നതാണ് ഈ ജമാഅത്ത് ഉദ് ദാവയുടെ ഭീകരൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ദേവിക. ശരി ഗൗതം.